ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു fathuscooking. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഒരു മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് മല്ലിയില, പുതിന, പിന്നെ ഒരു നാരങ്ങയുടെ നീരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 1/2 കപ്പ് പുതിന എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ 1 കപ്പ് മല്ലിയിലയാണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയുടെയും പുതിനയുടെയും ഫ്ലേവർ ഇത്ര ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ കറിവേപ്പിലയുടെ ഫ്ലേവറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ കറിവേപ്പില കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 6 എണ്ണം മാത്രമേ നമ്മൾ പേസ്റ്റ് ആക്കുന്നു, ബാക്കി നമ്മൾ ഫുള്ളായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസ് അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ തൈര്. ഇത് പുളിയില്ലാത്ത തൈരാണ്, നല്ല കട്ട തൈരാണ്. ഇതിലിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇപ്പോൾ ഇത് അരയ്ക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രഷർ കുക്കറിൽ അടുപ്പ് വെച്ച് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1 പീസ് പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു 4 സവാളയുണ്ട്, ചെറുതായി അരിഞ്ഞതാണേ, കുഞ്ഞായിട്ട് അരിഞ്ഞത്. നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരുവിധം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ചതച്ചാണ് ചേർത്തേക്കുന്നത്. ഇതൊരു വലിയ വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ചതച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തില്ലായിരുന്നു, ഇപ്പോഴാണ് ആഡ് ചെയ്തത്. ഇനി നമുക്ക് 6 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകല്ല, പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇത് ഗ്രീൻ കളറല്ലേ, അപ്പോൾ ഇതിന് മെയിനായിട്ട് എരി തരുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയുമാണ്. ഇനി നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 1 കിലോ ബീഫുണ്ട്. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നിങ്ങൾക്ക് ബീഫൊക്കെ എന്നും ഒരേപോലെ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എരിവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണേ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മസാലയിലെ ഗ്രീൻ കളർ പേസ്റ്റ് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ എൻ്റെ ഫേവറേറ്റ് കളറാണ് ഗൈസ്. ഈ മസാലയാണ് ഇതിനൊരു ഗ്രീൻ കളർ തരുന്നത്. ഇത് പിന്നെ കുക്കായി വരുമ്പോൾ ഇത്രയും കളറൊന്നും ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ആ മസാലയിൽ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. മൊത്തം 4 ടേബിൾ സ്പൂണാണ്. ഇപ്പം നമ്മളൊന്ന് അടച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വരുന്നത് വരെ നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് ഓപ്പൺ ചെയ്തതാണ്. ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ബീഫിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് ഞാനൊരു 5 പ്രാവശ്യം പ്രഷർ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ബീഫ് അനുസരിച്ചിരിക്കും. അപ്പം നമ്മളുടെ ഗ്രീൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇത് ഏത് ഫുഡിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്.
അപ്പം നിങ്ങൾ ഈ ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. See you next time. Bye.